ഭർത്താവിനെ വെടിവെച്ച് കൊന്ന കേസിൽ ഭാര്യയ്ക്ക് കൊലയാളിയായിട്ട് ബന്ധം. കഴിഞ്ഞ മാർച്ച് 24-നാണ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണനെ സുഹൃത്ത് വെടിവെച്ച് കൊല്ലുന്നത്. ഭാര്യ മിനി നമ്പ്യാരുടെ സുഹൃത്താണ്, സഹപാഠിയാണ് പ്രതിയായ സന്തോഷ്. പ്രതി സന്തോഷുമായിട്ട് ഭാര്യയ്ക്ക് സൗഹൃദം ഉണ്ടായി. അത് സഹപാഠികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അന്നേരമാണ് സന്തോഷുമായിട്ട് സൗഹൃദം കൂടുതൽ ഉണ്ടായത്. രാധാകൃഷ്ണൻ ഓട്ടോ ഡ്രൈവറാണ്. ഭാര്യ മിനി നമ്പ്യാർക്ക് ഇപ്പം 42 വയസ്സുണ്ട്. അവർ ഒരു വീട് വെക്കുകയാണ്. വീടിന് മിനി നമ്പ്യാരും ഭർത്താവും രാധാകൃഷ്ണനും അവരുമൊക്കെ അവിടെ പണിയെടുക്കുകയാണ് വീടിന്. ആ സന്ദർഭത്തിലാണ് സന്തോഷ് എന്ന കൂടെ പഠിച്ച വ്യക്തിയുമായിട്ട് മിനി നമ്പ്യാർ കാണുന്നത്. അവർ ആ സൗഹൃദം പുതുക്കി. അയാൾ ഈ വീട് പണിക്ക് വന്ന് സഹായിച്ചു. അയാളുടെ സഹായം അത്ര തൃപ്തിപ്പെട്ടില്ല രാധാകൃഷ്ണന്. രാധാകൃഷ്ണൻ ഭാര്യയോട് പറഞ്ഞു, അവനെ നമ്മുടെ സഹായമായിട്ട് വിളിക്കണ്ട. പക്ഷെ ഭാര്യ അത് വകവെച്ചില്ല. സന്തോഷ് അവിടെ വന്നു, പണി ചെയ്തുകൊണ്ടിരുന്നു. ഭാര്യ അവനുമായിട്ട് കൂടുതൽ അടുക്കുന്നത് ഭർത്താവ് രാധാകൃഷ്ണന് അത്ര സുഖകരമായ കാര്യമാണെന്ന് തോന്നിയില്ല. അവർ തമ്മിൽ ചേർന്ന് ഒന്നിച്ച് നിൽക്കുന്നതൊക്കെ അയാൾ കണ്ടെത്തി. അയാൾ സന്തോഷിനോട് മേലിലൂടെ വരണമെന്ന് പറഞ്ഞ് വിലക്കി. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഭാര്യയെ കാണാൻ വരുന്നു, വീട് പണിക്ക് അന്നേരം സഹായിക്കുന്നു. അതുകൊണ്ട് ഭർത്താവ് രാധാകൃഷ്ണൻ പരിഹാരം SHOയ്ക്ക് ഒരു പരാതി കൊടുത്തു. തൻ്റെ വീട് പണി സ്ഥലത്ത് തൻ്റെ ഭാര്യയുടെ ഒന്നിച്ച് പഠിച്ച ആൾ വന്ന് ശല്യം ചെയ്യുന്നു. ഏതായാലും SHO അത് വിലക്കി. പരിഹാരം പോലീസ് സ്റ്റേഷനിൽ താൻ മേലെ അങ്ങോട്ട് പോകണ്ട. പക്ഷെ അത് പറഞ്ഞിട്ടും ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പണിസ്ഥലത്ത് വരും. അവരെ സുഹൃത്തുക്കളായ അല്ലെങ്കിൽ സഹപാഠിയായ അവളുമായിട്ട് അടുത്ത് ചേർന്നിരിക്കും. ഇതൊന്നൊക്കെ ഭർത്താവിന് ആകെ വളരെയധികം വിഷമമുണ്ടാക്കി. അയാൾ പല സന്ദർഭത്തിൽ ഇയാളോട് പറഞ്ഞു, ചെറിയ കയ്യാങ്കളി വരെ എത്തി. അതിനുശേഷം ഇപ്പോൾ അയാളൊരു തോക്കുമായിട്ട് വന്ന് രാധാകൃഷ്ണനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇത് കഴിഞ്ഞ മാർച്ചിലാണ് നടന്നത്, 2024 മാർച്ചിൽ. അതിനുശേഷം പോലീസിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോയി. വെടിവെച്ച് കൊല്ലാൻ അയാൾ ഉപയോഗിച്ച തോക്ക് അത് സിജോ ജോസഫ് എന്ന് പറഞ്ഞ ആളുടെയാണ്. അയാൾക്ക് തോക്കിന് ലൈസൻസ് ഇല്ല, നാടൻ തോക്കാണ്. അയാളെ ഇന്ന് വായ്പ വാങ്ങിച്ചോണ്ട് വന്നതാണ്. ഏതായാലും സിജോ ജോസഫ് ഈ കേസിൽ 2ാം പ്രതിയായി. 1ാം പ്രതി സന്തോഷ് തന്നെ. പോലീസ് ഈ 2 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി. അവർ 2 പേരും ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഭാര്യ എന്തുകൊണ്ട് ഇയാളെ ഒഴിവാക്കിയില്ല? അവർ തമ്മിൽ വളരെ അടുപ്പമായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും AP വിനീഷ് കുമാറിന്റെ അന്വേഷണത്തിൽ ഭർത്താവിനെ കൊല്ലാനായിട്ട് ഭാര്യ കൂട്ടുനിന്നു. അതിനൊരു ഗൂഢാലോചനയുണ്ട് എന്നാണ് വരുന്നത്. കാരണം ഭർത്താവ് മരിച്ച ശേഷവും മിനി നമ്പ്യാർ അയാളുമായിട്ട് ബന്ധപ്പെടുന്നത് പോലീസ് കണ്ടെത്തി. അത് തന്നെയല്ല, ഭാര്യയ്ക്ക് വേണ്ടി തന്നെയാണോ അയാൾ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്നത് എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം അവർ തമ്മിൽ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ഒരു വീട് വെക്കുന്നിടത്ത് ഇയാൾക്ക് എന്താ കാര്യം? പൂച്ചയ്ക്ക് എന്നാ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? ഭർത്താവ് അത് വിലക്കിയിട്ട് എന്തുകൊണ്ട് വരുന്നു? ആ മിനിയായിട്ടുള്ള അടുപ്പം കൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിന് യാതൊരു സംശയവുമില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല. അയാൾ വിലക്കിയ സമയത്ത് ഉപയോഗിച്ച ചില വാക്കുകൾ ഇയാൾക്ക് കൊണ്ടിരിക്കാം. ഏതായാലും മിനിയോടുള്ള അടുപ്പ സ്നേഹം കൊണ്ട് അയാളെ തീർത്ത് കളയാമെന്ന് വിചാരിച്ചായിരിക്കാം നാടൻ തോക്ക് വായ്പ വാങ്ങിച്ചു കൊണ്ടുവന്നു. വീട് പണിയുന്ന സ്ഥലത്ത് അത് ഒളിച്ചു വെച്ചു. അതിനുശേഷം ആണ് ഇയാൾ ആ തോക്കെടുത്ത് ഇയാളെ വെടിവെക്കുന്നത്. ഏതായാലും അവിടുത്തെ SHOയുടെ അന്വേഷണത്തിൽ ഭാര്യയ്ക്ക് അത് പങ്കുണ്ടെന്ന് കണ്ടെത്തി. ഗൂഢാലോചനയിൽ ഭാര്യയ്ക്ക് പങ്കുണ്ട്. ഭർത്താവ് മരിച്ച ശേഷവും ഇയാളെ സന്തോഷിനെ ഇവർ വിളിച്ചിരിക്കുന്നു. ഏതായാലും
സന്തോഷിൻ്റെ ഇയാളെ കൊന്ന ശേഷം ഉണ്ടായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിനക്കിനി മാപ്പില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഇൻറ്റൻഷനോടെ ഉണ്ട്. അയാളെ കൊല്ലണമെന്ന് തന്നെയാണ് ഇയാളുടെ നിശ്ചയം. അതുകൊണ്ടാണ് നിനക്കിനി മാപ്പില്ല എന്നുള്ള സോഷ്യൽ മീഡിയയിൽ അല്ലെ ഫേസ്ബുക്കിൽ അയാൾ അങ്ങനെ ഒരു വാർത്ത ചേർത്തിരിക്കുന്നത്. എന്തായാലും ഇൻറ്റൻഷൻ വളരെ ക്ലിയറാണ്. മിനിക്കും അതുപോലെ തന്നെ സഹപാഠിയായ സുഹൃത്ത് സന്തോഷിനും ഇയാളെ കൊല്ലണമെന്നുണ്ട്. അതുകൊണ്ടാണ് അയാളെ കൊന്നത്. ഏതായാലും സന്തോഷിൻ്റെ കൂടെ തോക്ക് കൊടുത്ത ആളും പ്രതിയായിരിക്കുന്നു. ഇപ്പോൾ മൂന്നാമതായിട്ട് പ്രതിയായി മിനിയെ ഇപ്പം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ ഇതുപോലെയുള്ള ചില അവിഹിതമായ ബന്ധത്തിൻ്റെ പുറത്ത് ഭർത്താവിനെ കൊല്ലാൻ ഭാര്യയെ കൂട്ടു നിൽക്കുന്നത് വളരെ റയറായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായെങ്കിലും അതൊക്കെ പല രീതിയിലൊക്കെയാണ് കൊല്ലുന്നത്. വിഷം ചേർത്തോ അങ്ങനെയൊക്കെ കൊല്ലുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് തോക്ക് കടം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അയാളെ കൊല്ലാനുള്ള ആളുടെ വീട്ടിൽ തന്നെ ആ പണിയുന്ന സ്ഥലത്ത് ഒളിച്ചു വെച്ച ശേഷം ഇയാൾ വരുന്ന പോലെ സൗകര്യപൂർവ്വം ആ തോക്കെടുക്കാനായിട്ട് നിറത്തോക്കാണ് വെച്ചിരിക്കുന്നത്. എടുത്തുകൊണ്ട് വെടിവെച്ചു എന്നുള്ളതാണ് ആ കേസിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും SHO പരിഹാരത്തെ കൃത്യമായി മോട്ടീവ് കണ്ടെത്തി അയാളെ കൊലക്കേസിലെ അല്ലെങ്കിൽ ആ ഗൂഢാലോചനയിലെ ഭാര്യയ്ക്കും പങ്കുണ്ടെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്തതായിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഏതായാലും അവരെ രണ്ടുപേരും റിമാൻഡിലാണ്. ഭാര്യയും ഇപ്പോൾ റിമാൻഡിലേക്കായി. ഏതായാലും ഭർത്താവിനെ കൊല്ലാനായിട്ട് ഭാര്യ തക്കം പാർത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ കൊലപാതകം നടക്കുന്ന സന്ദർഭത്തിൽ ഭർത്താവ് അവിടെ ഇല്ല. കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഭർത്താവ് അവിടെ ഇല്ല. ഭാര്യയെ ഇയാളുമായിട്ട് സൗഹൃദത്തിലാണോ നിന്നു. ഭാര്യ അയാൾക്ക് കൊടുത്ത മെസ്സേജ് അനുസരിച്ച് 4:00-ക്ക് ശേഷമേ ഭർത്താവ് വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം തന്നെയാണ് ഇയാൾ വന്നിട്ട് ഭർത്താവിനെ കൊല്ലുന്നത്. ഏതായാലും ഗൂഢാലോചന വളരെ ക്ലിയറാണ്. മിനിയും അതോടൊപ്പം തന്നെ അവരുടെ സഹപാഠിയായ പ്രതിയും ചേർന്ന് തന്നെ ഭർത്താവിനെ ഒഴിവാക്കി അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സമയത്ത് രാധാകൃഷ്ണൻ്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു. പിതാവിനെ വെടിയേറ്റ് പിതാവ് വീഴുന്നതും അവൻ കണ്ടു. അവൻ നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. നാട്ടുകാർ ഓടിക്കൂടി. അങ്ങനെയാണ് ആ പ്രതിയെ അവിടെ വെച്ച് തന്നെ പിടിക്കാനായിട്ട് നാട്ടുകാർക്ക് സാധിച്ചു. ഏതായാലും മകൻ്റെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഈ ദാരുണമായ സംഭവം കാണുന്നതും ഈ രംഗം കാണുന്നതും. തോക്കുമായിട്ട് നിൽക്കുന്ന സന്തോഷിനെയും കണ്ടു. ഏതായാലും വന്നുകൂടിയവരവനെ പിടിച്ചുകെട്ടി പോലീസിനെ അറിയിച്ചു. അങ്ങനെയാണ് ആ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ പ്രതിയെ സന്തോഷിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. സന്തോഷ് അവിവാഹിതനാണെന്നാണ് ഞാൻ അറിയുന്നത്. അതേസമയത്ത് അയാൾ പഞ്ചായത്തിലെ പന്നിയെ വെടിവെക്കാനും മറ്റും സ്ഥിരമായിട്ട് അവർ ഉപയോഗിക്കാറുണ്ട്. ഇയാൾ പോകാറുമുണ്ട്. ആ സമയത്ത് ഇയാൾ സിജോയുടെ തോക്ക് എരവിൽ വാങ്ങിക്കും. സിജയും ഈ രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് കൂട്ടുകാരനൊരു തോക്ക് ആവശ്യം വന്നപ്പം ഏതെങ്കിലും മൃഗങ്ങളെ കൊല്ലാൻ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും അയാൾ കൊടുത്തത്. പക്ഷേ ആ തോക്ക് 2-3 ദിവസം ആയിട്ട് ഇയാളുടെ കയ്യിലുണ്ട്. ആ വെടിവെച്ച കൊന്ന വീടിൻ്റെ പുതിയ വീടിൻ്റെ പരിസരത്ത് തന്നെ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. തോക്കാണ് ഒളിച്ചു വെച്ചതെന്നുള്ളതാണ്. ഏതായാലും സ്വന്തം പിതാവിനെ വെടിവെച്ച് വീഴ്ത്തുന്ന കണ്ട് അന്തം വിട്ടുപോയ മകൻ നിലവിളിച്ചുകൊണ്ട് ഓടി. ആ സന്ദർഭത്തിലാണ് നാട്ടുകാർ അവിടെ ഓടിക്കൂടിയത്. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തതും അങ്ങനെ തന്നെ.